ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അതാ നോക്കിക്കേ, ഞാനിന്ന് എന്താണ് എടുത്തേക്കുന്നതെന്ന്. നമ്മുടെ സോയ ചങ്ക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സോയ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമ്മുടെ ചിക്കൻ വെക്കുന്ന മാതിരിയാണ് വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇതും ഡാലുകറിയും കൂടെ നല്ല കോമ്പിനേഷനാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് അതാണ് വെക്കുന്നത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മളിത് ചിക്കൻ വെക്കുന്ന മാതിരി തന്നെ വെച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാണ് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. നല്ല പച്ചരി ചോറില്ലേ, അതിൻ്റെ കൂടെയാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. നമ്മളെ കുത്തിരി ചോറിനെക്കാട്ടിൽ പച്ചരി ചോറ്, അതിൻ്റെ കൂടെയാണ് ഈ ജീര റൈസ്, അതിൻ്റെ കൂടെയൊക്കെയാണ് നല്ല ടേസ്റ്റ്. ജീര റൈസും ഡാലുകറിയും ഈ സോയ ചങ്ക്സ് നല്ല റോസ്റ്റ് നന്നായിട്ട് അങ്ങനെ അധികം ചാറൊന്നും ഇല്ലാതെ നന്നായിട്ട് വരട്ടി അങ്ങോട്ട് എടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണേ. ഞാൻ ഈ വെക്കുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അങ്ങനെ വെക്കാതിരിക്കല്ല. ഈ സോയ ചങ്ക്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഇതിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കാരണം ഉറപ്പായിട്ടും നമുക്ക് ഇഷ്ടപ്പെടും. ഈ രീതി വെച്ച് കഴിഞ്ഞാൽ എത്ര കഴിക്കാത്തവരാണെന്ന് പറഞ്ഞാലും കഴിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് നോക്കണം, നോക്കാതിരിക്കല്ലേ. നല്ല ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്നല്ലേ നമുക്ക് നോക്കാം കേട്ടോ. നോക്കിക്കേ, സോയാബീൻ ഞാൻ രാവിലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നു. അതപ്പോൾ ഞാൻ എടുത്തു. അതിനുശേഷം 2 ടൊമാറ്ററാണ് ഞാൻ എടുത്തേക്കുന്നത്, 2 തക്കാളി. അപ്പോൾ പിന്നെ 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയുടെ ഒരു 1/4 ഭാഗം ഞാൻ കഷ്ണങ്ങളാക്കി ഉണ്ടോ തേങ്ങാക്കൊത്താക്കി ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചെടുത്താണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു. പിന്നെ 2 പച്ചമുളക് എടുത്തു. ഇത്രയും സാധനങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നോക്കിയപ്പോൾ തേങ്ങാക്കൊത്ത് ഈ രീതിയിൽ തന്നെ തേങ്ങാക്കൊത്ത് എടുക്കണേ. അപ്പോൾ നമ്മൾ എളുപ്പം തേങ്ങാക്കൊത്ത് അങ്ങ് വരണ്ട് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചീനിച്ചട്ടിയിലോട്ട് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കടുക് അങ്ങോട്ട് പൊട്ടിച്ച് അതിലേക്ക് ഞാൻ കരിയാപ്പില അങ്ങോട്ട് ഇട്ട്, പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തില്ലേ, നമ്മുടെ തേങ്ങാക്കൊത്താണ് ഞാൻ ആദ്യം ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തുള്ളൂ കേട്ടോ. കാരണം തേങ്ങാക്കൊത്തിനല്ലേ കൂടുതൽ സമയം എടുക്കുന്നത്, അത് നന്നായിട്ട് ബ്രൗൺ കളറാകാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ടത്. തേങ്ങാക്കൊത്ത് ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ പൊടിച്ചു വെച്ച ഗരം മസാല അതങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ആ ഗരം മസാലയുടെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ടേസ്റ്റ് വരണം. അത് അതിൻ്റെ പച്ചച്ചുവ എന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത് എണ്ണയിലൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടില്ലേ, അതും അതിനകത്തോട്ട് ഇട്ടു. അപ്പോൾ അതുകൂടെ ഒരു നല്ലൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുവാണേ. അങ്ങനെ നല്ലൊരു ടേസ്റ്റ് വരും അതിന്. ആ തേങ്ങാക്കൊത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ വയ്ക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അതിലോട്ട് ആ ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ച് ആ സവാള ഉണ്ടല്ലോ, സവാള അങ്ങോട്ടിടും. ആ സവാള ഇനിയും ഇട്ടിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെക്കും. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കും. അങ്ങനെയാണ് ഞാനിത് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇനിയും ആ സവാള എത്രയാണ് ഇത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്ക് ഓരോ അളവല്ലേ. അവരവരുടെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക. അതിനൊരു പ്രത്യേക അളവില്ല. ചില ആൾക്കാർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചില ആൾക്കാർക്ക് ഉപ്പ് കുറച്ച് മതി. കണ്ടോ, ഞാനിടുന്നത് അത്രേ ഉള്ളൂ. ഞാനിടുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയുടെ അളവാണിത്. പിന്നെ അഥവാ കുറച്ചുകൂടെ വേണമെങ്കിൽ പിന്നീട് ചേർക്കും. ഞാനിതിലേക്ക് 1.5 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ നന്നായിട്ട് ബ്രൗൺ കളറായതിന് ശേഷമാണ് ഞാൻ ഈ തക്കാളി അടച്ചു വെക്കുന്നുണ്ട്. ഇതിലൂടെ ചേർത്തിട്ട് എന്നിട്ടാണ് നമ്മൾ അടച്ചു വെക്കേണ്ടത്. ബ്രൗൺ കളറായി തക്കാളിക്ക് 2 അതിൻ്റെ ഗ്രേവിയിലായി ഇങ്ങനെയാണ്. അതിലേക്ക് നമ്മളൊരു 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ
ഒഴിച്ച് വെക്കും. പിന്നെ ആ സോയ ചങ്ക്സിൽ നിന്ന് ശരിയായിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഒത്തിരി അതിൻ്റെ വെള്ളമൊക്കെ സോയാബീൻ വെള്ളമാണ്. അപ്പം നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം പാത്രത്തിലോട്ട് changing in the soul